ഓൺലൈനിലൂടെ നൽകുന്ന സേവനം ഏത് സംസ്ഥാനത്തുള്ള വ്യക്തിക്കാണ് നൽകുന്നതെന്ന് ബില്ലിൽ രേഖപ്പെടുത്തണമെന്ന് GST കൗൺസിൽ യോഗത്തിൽ തീരുമാനം. കേരളത്തിന്റെ ആവശ്യം പരിഗണിച്ചാണ് തീരുമാനമെടുത്തത്. കോമ്പോസിഷൻ സ്കീമിൽ നികുതി അടയ്ക്കുന്ന വ്യാപാരികളെ വാടകയ്ക്കുള്ള റിവേഴ്സ് ചാർജ് നികുതിയിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്തിരിക്കുന്നു. ബി ബാലഗോപാൽ വിവരങ്ങൾ നൽകും. ബാലു, ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിൽ ഉപകാരപ്പെടുന്ന ഒന്നുകൂടിയാണ് ഈ ഒരു തീരുമാനം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ആവശ്യം എന്തായിരുന്നു കേരളം മുന്നോട്ട് വെച്ചത്? GST കൗൺസിൽ അംഗീകരിച്ച മറ്റ് യോഗത്തിൽ അംഗീകാരമായിട്ടുള്ള മറ്റ് തീരുമാനങ്ങൾ ഒക്കെ എന്താണ്? അക്ഷയ, രാജസ്ഥാനിലെ ജയ്സാൽമീർ ചേർന്ന GST കൗൺസിലിലെ 55ാമത് യോഗത്തിലാണ് വളരെ സുപ്രധാനമായ ചില തീരുമാനങ്ങൾ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലൊന്ന് ഈ ജീൻ തെറാപ്പിക്ക്, അതായത് ഈ ജീവൻ രക്ഷാ ചികിത്സയ്ക്ക് ഏറ്റവും നിർണായകമായ ജീൻ തെറാപ്പികൾക്ക് GST പൂർണ്ണമായും ഒഴിവാക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നു എന്നതാണ്. അതിനു പുറമെ കർഷകർ വിൽക്കുന്ന കുരുമുളക്, ഉണക്കമുന്തിരി എന്നിവയ്ക്കും GST ഒഴിവാക്കാനുള്ള തീരുമാനവും ഈ 55ാമത് കൗൺസിൽ യോഗത്തിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ബാങ്കുകളും ബാങ്കിംഗ് ഇതര സാമ്പത്തിക സ്ഥാപനങ്ങളും ലോണടവിൽ വീഴ്ച വരുത്തുന്നവരിൽ നിന്ന് ഈടാക്കുന്ന പിഴകൾക്ക് GST ഒഴിവാക്കുവാനും ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. സമ്പുഷ്ടീകരിച്ച അരിയുടെ GST 5% കുറച്ചുകൊണ്ടുള്ള ഒരു തീരുമാനവും